അമേരിക്കയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് എന്താണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ മാനസികാരോഗ്യ നില എന്താണെന്നതിനെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിലൊരു ദീർഘമായൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, അതേമാതിരി സൈക്കോ അനലിറ്റിക് അസോസിയേഷൻ, രണ്ട് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസാണ്. അവർക്കിടയിൽ നടക്കുന്നൊരു ഡിബേറ്റ്, സീരിയസ് ആയൊരു ഡിബേറ്റാണ്. സൈക്യാട്രിക് അസോസിയേഷൻ പറയുന്നത് ഇദ്ദേഹത്തിന് കൊഗ്നിറ്റീവ് ഡിക്ലൈൻ, അതുപോലെ മലഗ്നൻറ്റ് നാർസിസം, ഈ രണ്ട് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് വുമൺ ഇത് പറയുകയും ചെയ്തു, സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം, അല്ല ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കും, അത് സൈക്കാട്രിസ്റ്റിനെ ചോദിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു 45th അമെൻമെൻ്റ് ആണെന്ന് പറഞ്ഞു. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസിഡൻറ്റിൻ്റെ ഇൻകപ്പാസിറ്റി വരുമ്പം എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ 45th അമെൻമെൻറ്റ് ഇൻവോക്ക് ചെയ്യണം എന്ന് പല കോൺഗ്രസ് വിമനും ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇൻകേപ്പബിളാണ്, അദ്ദേഹത്തിന് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ട്, സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ട്, മലഗ്നൻ നാർസിസിസ്റ്റാണ്, കൊഗ്നിറ്റീവ് ഡിക്ലൈൻ അതിൻ്റെ സൂചനകൾ കാണിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കണം, അല്ലെങ്കിൽ അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ഈ സൈക്യാട്രിക് അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നു. അപ്പോൾ ഈ സൈക്കോ അനലിറ്റിക് അസോസിയേഷൻ ഉണ്ട്, അവർ പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കൻ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോട്ടോക്കോൾസ് ഉണ്ട്. ആ പ്രോട്ടോക്കോൾസ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് ഒരാൾക്ക് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ അല്ലാതെ നമ്മളൊരാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് പരിഹരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് എത്തിക്സ്, മെഡിക്കൽ എത്തിക്സ്, സൈക്യാട്രിക് എത്തിക്സിനെതിരാണ്. അതുകൊണ്ട് ആ പണി ചെയ്യരുത്. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന ഡിബേറ്റ്. നമുക്ക് ട്രംപിന് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ, അത് നമ്മുടെ മെഡിക്കൽ സൈക്യാട്രിക് എത്തിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഡിബേറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ സൈക്യാട്രിക് അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വ്യക്തിയുടെ ഇതുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പബ്ലിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു.